എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ചനന്തൻ, ഈ ആറാലമ്മൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപൻ എന്ന ഗോപൻ സ്വാമി, താങ്കളുടെ പിതാവ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അച്ഛൻ സമാധിയായി. എങ്ങനെ? ധ്യാനത്തിന് പോകുന്നതിന് മുന്നേ അനുജനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ എൻ്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കണം, എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യണം, ഞാനിന്ന് സമാധിയാവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? തനന്തൻ ഉണ്ടായിരുന്നു അവിടെ? ഞാൻ പോറ്റിയല്ല, എൻ്റെ ജോബ് ഓട്ടോമേലാണ്, ഓട്ടോമേൽ കട വർക്കാണ്. അപ്പോൾ അനിയൻ അച്ഛനും പൂജാവിധികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ മരുത്തോ മലയിൽ ആശ്രമം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം. താങ്കൾ എത്തുമ്പോഴേക്കും അദ്ദേഹം സമാധിയായോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞോ? സാറ് സാറ് ഞാനിപ്പോ പറഞ്ഞു തരാം. ഞാൻ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അനുജൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പെർമിഷൻ ചോദിച്ചിട്ട് ലീവ് ചോദിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നായിരുന്നു. വന്നപ്പോൾ അച്ഛൻ അവിടെ സമാധി. ഞാൻ ചോദിച്ചു, അനിയ എന്തു പറ്റി? ചേട്ടാ, അത് അച്ഛൻ സമാധിയായി. അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഹാർഡായിരുന്നു, കൈ നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. അച്ചാന്ന് പറഞ്ഞ് വലിച്ചു, ഞാൻ നെഞ്ചിൽ തട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂക്കിൽ കൈ വെച്ച് നോക്കിയായിരുന്നു. ഒരു മൂക്കിൽ കുറേ സമയം ഞാൻ കൈ വെച്ചുകൊണ്ടേയിരുന്നു, ശ്വാസമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വയറിലുള്ള അനക്കം നോക്കി, വയറ് അനക്കമേ ഇല്ല. ഞാൻ അച്ചാന്ന് ഒരുപാട് പ്രാവശ്യം, ഒരുപാട് സമയം ഞങ്ങൾ നോക്കിയിരുന്നു. അമ്മയ്ക്കും അറിയാം, എൻ്റെ അനിയൻ്റെ വൈഫിനും അറിയാം, എനിക്കും അറിയാം. അത് സത്യമുള്ള ഒരു കാര്യമാണ്. സത്യമായി പറയുന്നവനായി സ്വന്തം പിതാവ് ജീവൻ വെടിയാകുമെന്ന് സ്വാമിയായി പറഞ്ഞാൽ സ്വന്തം സഹോദരനോടോ മാതാവിനോടോ അച്ഛൻ ഇതാ സമാധിയാകാൻ പോകുന്നു എന്നുള്ള വിവരം അപ്പോൾ അറിയിക്കാതിരിക്കുമോ? 1.25 മണിക്കൂർ കാത്തിരിക്കുമോ? താങ്കൾ പറഞ്ഞ സമയം വെച്ച് ഞാൻ ചോദിച്ചതാണ്. വെറുതെ ചെന്നിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനും പറ്റില്ല, സമാധിയാകാനും പറ്റത്തില്ല. അതിന് ഓരോ യോഗങ്ങളുണ്ട്, ഓരോ ധ്യാന രീതികളുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? പൂജാരിയായ സഹോദരൻ മാത്രമാണ് ഈ പ്രാണൻ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമാകുന്നത്. താങ്കൾ സ്ഥിരീകരിച്ചത് മൂക്കിൽ വിരൽ വെച്ച് നോക്കി, അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചു നോക്കി, അത് വളരെ കട്ടിയായിരിക്കുന്നു, വയറിൽ നോക്കി അനക്കമില്ല എന്നുള്ളത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. സനന്തൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? രണ്ടുപേരും SSLC തന്നെയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാൻ ചോദിച്ചതൊന്നും മറ്റൊന്നും കൊണ്ടല്ല. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ശരീരത്ത് ജീവന്റെ അംശമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള എന്ത് ബോധ്യമാണ്, എന്ത് പഠനമാണ്, എന്ത് അറിവാണ് നിങ്ങൾക്കുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ വിധിക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്ത് ജീവൻ അവശേഷിക്കുന്നില്ല എന്ന്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഈ സമാധി എന്ന് പറയുന്നത് അച്ഛൻ സമാധി ആയെന്ന് പറഞ്ഞാൽ 100% ഉറപ്പ് എങ്ങനെ വിലയിരുത്തി എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ കൈകളെ ഞങ്ങൾ പിടിച്ച് വലിച്ചു നോക്കിയായിരുന്നു. പിന്നെ അത് പോയിട്ട് എൻ്റെ അച്ഛൻ്റെ കാല്, അതിൽ പോലും ഒരു ചലനം പോലും ഇല്ലായിരുന്നു സാർ. സംശയമൊന്നുമില്ലല്ലേ? എനിക്ക് നോക്കണമല്ലോ, ഒരു അച്ഛനെ സ്നേഹിച്ചിട്ടുള്ള മക്കള് അച്ഛൻ ഏത് രീതിയിലാണ്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അച്ഛൻ ധ്യാനത്തിലിരിക്കുന്നു, ജീവൻ വെടിയാൻ പോകുന്നു. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. സ്വന്തം പിതാവ് ജീവൻ വെടിയാൻ വേണ്ടി ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ ഇപ്പോൾ പ്രാണൻ വെടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കല്ലറ മൂടാൻ വേണ്ടി അച്ഛന്റെ ആഗ്രഹപ്രകാരം മക്കൾ തയ്യാറായി നിൽക്കുന്ന ഉദാത്തമായ ഒരു സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനെ അച്ഛനെ കുലുക്കി നോക്കി പ്രാണനില്ല ശരീരത്ത് നിങ്ങൾ ഉറപ്പിക്കുകയല്ല വേണ്ടത്. അത് വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി അച്ഛൻ്റെ ജീവൻ അവശേഷിക്കുന്നുണ്ടോ, ജീവൻ അച്ഛൻ്റെ ശരീരത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോടും ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സാർ ഞാൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. എന്റെ അച്ഛൻ ആശ്രമവാസിയാണ്. എന്റെ അച്ഛൻ ശിവൻ കോവിലുള്ള പോറ്റിയാണ്. എന്റെ അച്ഛൻ ആശ്രമവാസിയാണ്. അപ്പോ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള സമാധി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല സാർ. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? സാർ ഡോക്ടറെ വിളിച്ച് കാണിക്കുക എന്നല്ല, ഇഷ്ടമുള്ള ശിഷ്യന്
മാത്രമേ ആ സമാധിയുടെ ഞാൻ ഇത്ര മണിക്ക് സമാധി ആവുള്ളൂ, എന്റെ സമാധിയുടെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം, സമാധി ചടങ്ങുകൾ ചെയ്യണമെന്ന് പണ്ടുള്ള ഋഷിവര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാർ ഞങ്ങൾ ഞാനും എന്റെ അമ്മയും എന്റെ അനുജനും അച്ഛൻ സമാധിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അനുജനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അച്ഛന് ഇഷ്ടപ്പെട്ട പൂജാരിയായ എന്റെ അനുജനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഇതിലും ഗുരുതരമായ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ശ്രീ സനന്ദൻ. ഇനി അച്ഛൻ അങ്ങനെ സമാധിയായി എന്ന് നിങ്ങൾക്ക് ബോധ്യമായി, മറ്റാരോടും പറയാതെ 2 ആൺമക്കൾ ചേർന്ന് അദ്ദേഹം വരുന്ന തറയിൽ ചുറ്റും കെട്ടിമൂടി അദ്ദേഹത്തെ ഒരു സ്ലാബ് ഇട്ട് സമാധി ഇരുത്തുകയായിരുന്നോ ചെയ്തത്? ഉത്തരം പറ സാറ്. സാർ സമാധി ആയ സമയത്ത് ഋഷിപീഠത്തിലിരുന്നാണ് സമാധി ആയത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അച്ഛന് സമാധി ആകുമ്പോ ഇടാനുള്ള പത്മപീഠവും മുകളിലോട്ട് സ്ഥാപിക്കാനുള്ള കരിങ്കല്ലിലുള്ള സ്ലാബും അച്ഛൻ മയിലാടിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ തറയിലിടുന്ന ഈ ഗ്രാനൈറ്റ് കാര്യങ്ങൾ എടുക്കാൻ പോയപ്പോ മയിലാടിയിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിനൊന്നും ഇല്ലേ? ഈ കെട്ടി സിമെന്റ് കൊണ്ടൊക്കെ, അത് ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അദ്ദേഹത്തെ ഈ സമാധി ഇരുത്തിയെന്ന് നിങ്ങൾ പറയുന്ന സ്ഥലം കെട്ടി മൂടി പുറത്ത് സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതൊരു ഒരു ഒരു മേശരിയുടെയൊക്കെ സഹായത്തോടെ ചെയ്യേണ്ട ജോലികളാണ്. അതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്തത്? അതിനൊക്കെ വേറെ ആരുടെയെങ്കിലും സഹായം തേടി, അതോ ഈ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തോ? സാർ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് കൊച്ചിയിലെ എന്റെ അച്ഛനോടൊപ്പം, എന്റെ അച്ഛൻ കേരള ചുമട്ട് തൊഴിലാളിയായിരുന്നു. അപ്പോൾ എന്റെ അച്ഛനോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ കാര്യവും കൊച്ചിയിലെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ എന്ത് കാരണം ഇത്രയും സാധനങ്ങൾ സംഘടിപ്പിക്കുക, ആ പൂജ ചെയ്യുക, അദ്ദേഹത്തെ സമാധി ഇരുത്തുക, ഇത് സിമെന്റ് കട്ടയൊക്കെ ഉപയോഗിച്ച് കെട്ടുക, സ്ലാബ് ഇട്ട് മൂടുക, ഇത് ഒരു 5-8 പേർക്കെങ്കിലും ഒന്നിച്ച് ചെയ്യേണ്ട ശ്രമകരമായ ജോലിയുണ്ട്. നിങ്ങൾ 2 പേരും മാത്രമായി ഇത് ചെയ്ത് തീർത്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇല്ല സാർ, ഞാൻ അത് പറഞ്ഞു തരാം. 5-8 പേർക്ക് ചെയ്യാനുള്ള ജോലി ആണെന്ന് വെച്ചോ സാറേ. ഞാനിപ്പോ ഇനി പറഞ്ഞു തരാം സാറേ. അച്ഛൻ ധ്യാനത്തിനിരിക്കുന്ന ഋഷിപീഠം എന്ന് പറയുന്നത് അത് ഋഷിപീഠം തന്നെയാണ്. അതിന്റെ പുറത്താണ് അച്ഛൻ ഇരുന്നത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. സംശയം ചോദിക്കട്ടെ, 40-42 വർഷം മുമ്പ് ഞാൻ ഈ സമാധി എങ്ങനെയാണ് എന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ഏത് ആശ്രമ രീതിയാണോ അദ്ദേഹം തുടരുന്നത്, അവിടുത്തെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്നുള്ള ആചാര്യന്മാര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അവരടക്കമുള്ളവർ കുറെ അധികം നീണ്ട പ്രാർത്ഥനയും പൂജയും ജപവും ഒക്കെയായി വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ 3 പേരും, നിങ്ങളുടെ സഹോദരന്റെ ഭാര്യയും പറയുന്നു അദ്ദേഹം സമാധിയായി എന്നും അദ്ദേഹത്തെ കല്ലറയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അടക്കം ചെയ്യുന്നു. അത് നിങ്ങൾ പറയുന്നത് മാത്രമാണ്. കേരള പോലീസ് ഒരു വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ നിയമത്തിന് വേണമെങ്കിൽ പ്രശ്നം തീർന്നില്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സാർ ഇപ്പോ എന്റെ അടുത്ത് ഫസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അച്ഛനെ കാണാനില്ലെന്നല്ലേ സാർ? ആദ്യം എന്നോട് ചോദിച്ചത് അതാണ്. ഇപ്പോ സ്വാമിയെ കാണാനില്ല, ഗോപൻ സ്വാമിയെ കാണാനില്ല, അത് തന്നെയാണോ സാർ കൊടുത്തിരുന്നത്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പോലീസ് കേസ് എടുത്തിരിക്കുന്ന മാൻ മിസ്സിങ്ങിനാണ് സാർ. മാൻ മിസ്സിങ്ങിന് സാർ ഇപ്പോ ഞാനിപ്പോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ മിസ്സിങ് ആയതിന്റെ സ്ഥിതിക്ക് എന്തായാലും സ്കാനർ ഉണ്ടല്ലോ, സ്കാനർ വെച്ച് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ആളുണ്ടോന്ന്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സാർ നോക്കട്ടെ, എങ്ങനെയാണ് സ്കാനർ വെച്ച് നോക്കട്ടെ, അതൊന്നും എനിക്കറിയാൻ മേല. ആളുണ്ടെന്ന്. എന്നാലും ഒരു കുഴപ്പവുമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ എന്റെ അച്ഛനെ സമാധി ഇരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചോളം അളവിൽ വരെ ഉള്ളൂ ഭസ്മം. അച്ഛന്റെ ആഗ്രഹം പോലെയാണ് ഞങ്ങൾ അച്ഛനെ ഞാൻ സ്നേഹിച്ചത്. ഇവിടെ സനന്ദനും സഹോദരനും അമ്മയും ചെയ്തൊരു ഗുരുതരമായ തെറ്റുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇത്രയും ശിഷ്യഗണങ്ങളുള്ള, ഇത്രയും കാലത്തെ ആധ്യാത്മിക പാരമ്പര്യമുള്ള ഒരു വ്യക്തി സമാധിയായി കഴിഞ്ഞ് ആ വിവരം മറച്ചു വെച്ചില്ലേ? പിറ്റേ ദിവസം മാത്രമല്ലേ നിങ്ങൾ പോസ്റ്റർ പതിക്കുന്നത്? ഞങ്ങളുടെ ഈ ക്ഷേത്രം വച്ചതിന്റെ അപ്പോഴും മുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും പുതിയ അമ്പലത്തിലോട്ട് ക്ഷേത്രം മാറിയതിനു ശേഷവും നാഗരുടെ അമ്പലം ഒരു കുളത്തിന് സമീപത്ത് വന്നതിന് ശേഷമാണ് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കുന്നത്. എന്നിട്ട് ഈ സമാധിയെ ഭംഗപ്പെടുത്താനായിട്ട്, ഈ സമാധി എന്നറിഞ്ഞ് ഭംഗപ്പെടുത്താനായിട്ട്
ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിലല്ലാതെ മൂന്നാമതൊരാൾ അറിയാതെ ആ പിതാവിനെ മറവ് ചെയ്യുകയും അത് അവിടെ ഉണ്ടോ, അദ്ദേഹം തന്നെയാണോ എന്ന് പരിശോധിക്കാൻ നിയമപരമായ ബാധ്യതയുള്ള നമ്മുടെ സ്റ്റേറ്റ് മുന്നിലേക്ക് വരുമ്പോൾ അതിന് തടയുകയും അദ്ദേഹത്തിന്റെ സമാധി വിവരം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തതിന് ഉപോൽപ്പന്നമാണല്ലോ ഇത്. ഈ കണ്ട ആളുകൾ അത്രയും പൊട്ടന്മാരൊന്നുമല്ല സാറേ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സമാധിയെക്കുറിച്ച് എൻ്റെ അച്ഛൻ സമാധി ആയതും എൻ്റെ അച്ഛൻ പോറ്റിയായിരുന്നെന്നും ഞാൻ പറയുന്നുണ്ട്, ആശ്രമവാസിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതല്ലേ ഇതിൽ നടന്നത്? എന്തോന്നടാ ഇതൊക്കെ? എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കള് ഞാൻ സമാധി ആകണ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ നിങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്താൽ മതി. ഈ മാൻ മിസ്സിംഗ് എന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും പറയണത്. ഈ ആളിനെ കണ്ടില്ല. അപ്പൊ സാറേ ഇതിപ്പോ പറഞ്ഞാൽ അതിനകത്ത് ആളിരിക്കുന്നെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യട്ടെ, അതാണ് അവരെ ഉദ്ദേശിച്ചത്. അല്ലാതെ അച്ഛനെ കൊന്നൊന്നും അല്ലല്ലോ അവര് പറഞ്ഞത്. മാൻ മിസ്സിംഗ് എന്നാണ് പറഞ്ഞത്. സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഇവിടെ ശ്രീ സനന്ദൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം ഇതിനെ ഒരു കേവലം കുടുംബ പ്രശ്നം മാത്രമാണ്, നിങ്ങളൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പോലീസൊക്കെ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന രീതിയിലത്തേക്ക് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഗോപൻ സ്വാമിക്ക് സമാധി തിരഞ്ഞെടുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം രഹസ്യമായി മൂടി സ്ലാബിടാൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അധികാരമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഗോപൻ സ്വാമിയുടെ മരണം ഇവിടെ സ്ഥിരീകരിക്കാനായിട്ട് ഡോക്ടർമാരാരെങ്കിലും ചെന്നാൽ, അല്ലെങ്കിൽ അവിടെ അന്വേഷണത്തിന് പോലീസോ ജില്ലാ ഭരണകൂടമോ അവിടെ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന്റെയും ആ സ്ഥലത്തിന്റെയും പവിത്രത നഷ്ടപ്പെടും എന്നൊക്കെയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത്. ഈ നൂറ്റാണ്ടിനെ വലിച്ചഴച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച എന്താണ്? അവിടെ കിടന്നിട്ട് ബഹളമുണ്ടാക്കുക, ആത്മഹത്യാ ഭീഷണി മുഴക്കുക, മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുക, ഇതൊക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരാണ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ്. ആ സ്ഥലത്തിന്റെയും ഗോപൻ സ്വാമിയുടെയും പവിത്രത ഇതിനോടകം തന്നെ നഷ്ടപ്പെടുത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതിലെല്ലാം തന്നെ പറയാനായിട്ട് ആവർത്തിക്കുന്നത്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പമുള്ള ചില ആൾക്കാർ, അദ്ദേഹത്തിന്റെ സഹോദരൻ, ഇവരൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നത് ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതിൽ എന്ത് തരത്തിലുള്ള ഹിന്ദു മതവികാരമാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരും തന്നെ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഹിന്ദുക്കളാണ്, നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇത് കേവലം ഒരു ഹിന്ദു വിഷയമായിട്ടോ ഒരു ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വിഷയമായിട്ട് കരുതിക്കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു നടന്നു പോകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. ഇതൊരു ദുരൂഹ മരണമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഇവർ ഈ പറയുന്ന ഒരു ഡോക്ടർ വന്ന് ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് നിന്നാലോ, അദ്ദേഹം പരിശോധിച്ചാലോ, മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ വന്ന് സമാധി കണ്ടാലോ ഒക്കെ തന്നെ പവിത്രത നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്തിനും ഏതിനും വെറുതെ ഹിന്ദു മതവികാരം വ്രണപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇതുവരെയും മനസ്സിലാകാത്തത് ഹിന്ദുക്കൾക്ക് എന്താണ് ഇതിൽ കാര്യം. ഉറക്കം വരുന്നു. ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് ഈ മക്കൾ ഹിന്ദുക്കളോട് എപ്പോ പറഞ്ഞു? ആരോടും പറഞ്ഞിട്ടില്ല. സമാധി ആയ സമയത്ത് ആ വിവരം പറഞ്ഞോ? ഇല്ല. സമാധി ദർശിക്കാനായിട്ട് ഏതെങ്കിലും ഹിന്ദുക്കളെ വിളിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന് കൊടുത്ത് ഹിന്ദുക്കൾ വാ, ഇവിടെ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയാണ്, സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ വാ എന്ന രീതിയിലത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഒരു ഡോഗ് വിസിൽ കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ കേട്ടിട്ട് വ്രണപ്പെടാനുള്ള വികാരമല്ല ഈ നാട്ടിലുള്ള വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.